ഹല്ലേലൂയ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ ദൈവസാന്നിധ്യം നിറഞ്ഞ നല്ല നിമിഷത്തിൽ ദൈവവചന കേൾവിയിലേക്കായി എല്ലാ ദൈവമക്കളെയും ഞാൻ നിസ്വാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന എക്സൂസിയ നാം ഉപയോഗിക്കണം. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു അർപ്പിതാധികാരമുണ്ട്. ആ അർപ്പിതാധികാരം നാം ഉപയോഗിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് അധികാരമുണ്ട് എന്നറിഞ്ഞാലും നമുക്ക് അതിനുള്ള അഭിഷേകമുണ്ട് എന്നറിഞ്ഞാലും പലരും പലതിൻ്റെയും മുമ്പിൽ പകച്ചു നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും. എന്നാൽ ഇന്നത്തെ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങളുടെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന അധികാരത്തെ കുറിച്ച് വെളിപ്പെടുത്തുകയും നിങ്ങളെ ആ ഒരു അധികാരത്തിന്റെ ഉയർന്ന പടവുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്തുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. വളരെ സസന്തോഷത്തോടെ, വളരെ പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ നമുക്ക് ഇന്നത്തെ വചന കേൾവിയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് സുപരിചിതമായ ഒരു വചനമാകുന്നുവല്ലോ ലൂക്കോസ് എഴുതിയ സുവിശേഷം 10:19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ആ വാക്യം നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ എടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഇന്നത്തെ ഈ മെസ്സേജ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇന്നത്തെ ഈ മെസ്സേജ് അത്രയും നിങ്ങളെ പണിതെടുക്കുന്ന ഒരു മെസ്സേജാണ്. നമുക്കൊരു 10 മിനിറ്റ് സമയം ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ ചെലവിടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ പ്രയോജനം തന്നെ ആയിരിക്കും. സമയത്തിന്റെ ദൈർഘ്യം അനുസരിച്ചല്ല മെസ്സേജുകൾ അല്ലെങ്കിൽ ദൈവശബ്ദങ്ങൾ നമ്മെ പണിയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ദൈവത്തിന്റെ ശബ്ദം ഒരു സെക്കൻഡ് നമുക്ക് തികച്ചു വേണ്ട നമ്മെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു ഉയർച്ചകളിലേക്ക് എത്തിക്കാൻ. എനിവേ വരൂ, 10:19. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയും ഇല്ല. ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയില്ല. എക്സൂസിയ, അതൊരു ഗ്രീക്ക് പദമാണ്. അധികാരം എന്ന യേശു ഉപയോഗിച്ച പദത്തിന്റെ ഗ്രീക്ക് പദമാണ് എക്സൂസിയ. എക്സൂസിയ എന്ന വാക്കിന് ഒരു വ്യക്തിയുടെ മേൽ അർപ്പിച്ചിരിക്കുന്ന അധികാരത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. അത് എന്റെ പേരിൽ കിടക്കുന്നതല്ല, എന്റെ ശരീരത്തിൽ ഇരിക്കുന്നതല്ല. എന്നിൽ തന്നെ ഞാൻ എന്ന ആത്മാവിൽ നൽകിയിരിക്കുന്ന ഒരു പരമാധികാരത്തെയാണ് എക്സൂസിയ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഞാൻ അധികാരമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ അധികാരവും അവകാശവും ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് തിരിച്ചറിയാത്ത ഒരാളാണെങ്കിൽ എനിക്ക് പാമ്പുകളുടെ മേലോ തേളുകളുടെ മേലോ സാത്താന്റെ ബലത്തിന്റെ മേലോ എനിക്ക് ചവിട്ടാൻ കഴിയില്ല. നമ്മൾ ഈ അധികാരം യൂസ് ചെയ്യേണ്ട ടൈം ഈ വാക്യത്തിനകത്ത് പറഞ്ഞിരിക്കുന്നുണ്ട്. പ്രൈസ് ടു ജീസസ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. നിങ്ങളുടെ വാഗോട്ട് പറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. നിങ്ങളുടെ വായിക്കൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. നിങ്ങളുടെ വായിക്കൊണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവേ എന്നെ ഈ അധികാരത്തിലേക്ക് ഉയർത്തണമേ. പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. പറയുക, നിങ്ങൾ എന്റെ കൂടെ പറയുക. പരിശുദ്ധാത്മാവേ ഞാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ ഈ വചനത്തെ എനിക്ക് പൂർണ്ണതയോടെ വെളിപ്പെടുത്തി തരണമേ. പരിശുദ്ധാത്മാവേ ഇന്നത്തെ ഈ സന്ദേശം എന്നെ പണിയണമേ. എല്ലാ ദൈവമക്കളും പറഞ്ഞേ, പരിശുദ്ധാത്മാവേ ഇന്നത്തെ ഈ സന്ദേശം എന്നെ പണിയണമേ. യേശുവേ അങ്ങയുടെ അധികാരം, അങ്ങനെക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. പ്രൈസ് ടു ജീസസ്. തീർച്ചയായും നിങ്ങളുടെ ആ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം നാം ഉപയോഗിക്കുന്നതിന് സമയങ്ങളെ നാം മനസ്സിലാക്കണം. ഏത് സമയത്താണ് നാം ഈ അധികാരം ഉപയോഗിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ നാം തിരുവെഴുത്ത് പഠിക്കുന്ന സമയത്ത് പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തിന്മേലും സകല സാത്താന്റെ ബലത്തിന്മേലും സകല പാമ്പിന്റെ പോലെ കൗശലമേറിയ ശത്രുവിന്റെ ബലത്തിന്മേലും തേളിനെ പോലെ കുത്തി നോവിക്കുന്ന, തേളിനെ പോലെ വിഷകരമാകുന്ന നിലയിലുള്ള ബലത്തിന്മേലും ചവിട്ടുവാൻ ഒരു ദൈവ പൈതലിന് ദൈവം അധികാരം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ.
താങ്ക് യു ഗോഡ്. ഞാൻ ആ വാക്യം ഒന്ന് എടുത്തോട്ടെ. ഇവിടെ നാം മർക്കോസ് എഴുതിയ സുവിശേഷം 16:18 നാം വായിക്കും. ഇങ്ങനെ കാണാം: സർപ്പങ്ങളെ പിടിച്ചെടുക്കും, നിങ്ങൾ സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇവിടെ പറയുന്നു സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നും കുടിച്ചാൽ അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ. വീണ്ടും അവരുടെ അധികാരത്തെ കുറിച്ചാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. ഇപ്പൊ ഒരു ദൈവ പൈതൽ എന്ന് പറയുന്നത് സാധാരണ ഒരു വ്യക്തിയല്ലെന്നും അവൻ ഈ ഭൂമിയിൽ വരുന്ന കഷ്ടനഷ്ടങ്ങളെ മാത്രം സഹിച്ച് സ്വർഗത്തെ പ്രത്യാശ വെച്ച് അങ്ങനത്തെ ഒരു ജീവിതമല്ല എന്നും വളരെ 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 വ്യക്തമാണ്. അവന്റെ ജീവിതം എന്ന് പറയുന്നത് അതൊരു പ്രകൃത്യാതീതമാകുന്ന ശക്തിയാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണെന്നും അവന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ദൈവത്താലാണെന്നും അവന്റെ ഒരു ദിവസം അവസാനിക്കുന്നത് ദൈവത്താലാണെന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ദൈവം നൽകിയിരിക്കുന്ന ഈ അതോറിറ്റി, ദൈവം നൽകിയിരിക്കുന്ന ഈ എക്സൂസിയ അധികാരം നാം എങ്ങനെ, എവിടെ, എപ്പോൾ ഉപയോഗിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ നമുക്ക് നേരെ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് പോകുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 28-ാമത്തെ അധ്യായം അതിന്റെ വാക്യം നമുക്കത് 1-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ മനസ്സിലാകത്തുള്ളൂ. പൗലോസ്ലീഹായുടെ മേൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ അധികാരം ദൈവം കൊടുത്തിരുന്നു. നിങ്ങളെ വാക്ക് ശ്രദ്ധിക്കണേ. നമുക്ക് നൽകിയിരിക്കുന്ന അധികാരം പൗലോസ്ലീഹായുടെ മേൽ അവിടുന്ന് കൊടുത്തിരുന്നു. എന്നാൽ പൗലോസ്ലീഹായെ സംബന്ധിച്ച് മനുഷ്യരുടെ മേൽ വ്യാപരിക്കുന്ന ഭൂതത്തെ പുറത്താക്കാനുള്ള അധികാരമാണ് എന്റെ മേൽ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നതെങ്കിൽ ഈ വചനത്തിന് ഇവിടെ പ്രാധാന്യം ഉണ്ടാകുകയില്ല. ഇവിടെ കൊണ്ട് പൗലോസ്ലീഹ തീരുകയാണ്. ആമേൻ, ആമേൻ. കേവലം രോഗം വരുമ്പോൾ സൗഖ്യമാക്കാനുള്ള ഒരു അധികാരമാണ് എന്റെ മേൽ കിടക്കുന്നത് എന്ന് പൗലോസ്ലീഹ കരുതി കഴിഞ്ഞാൽ ഇവിടെ കൊണ്ട് ഈ ചാപ്റ്റർ കൊണ്ട് പൗലോസിന്റെ ചരിത്രം തീരുകയാണ്. എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. രക്ഷപ്പെട്ട ശേഷം ദ്വീപിന്റെ പേർ മെലീത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണതയെ കാണിച്ചു. വാക്ക് ശ്രദ്ധിക്കണം. അസാധാരണതയെ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെ ഒക്കെയും കൈക്കൊണ്ടു. ഒരു അംഗീകാരത്തിന്റെ മധ്യത്തിൽ സന്തോഷത്തോടെ ആ ശുശ്രൂഷ സ്വീകരിക്കുന്ന പൗലോസിനെ നമുക്കിവിടെ കാണാം. എന്നാൽ ഒരു സന്തോഷം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഒരു അംഗീകാരം തന്റെ ജീവിതത്തിൽ വന്നപ്പോൾ, ഒരു കൈക്കൊള്ളൽ തന്റെ ലൈഫിൽ താൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൊട്ടു പുറകിൽ വരുന്ന ഒരു തിരിച്ചടി. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വപ്പെടുത്തിയ കാര്യം കൂടെ കീർത്തി. ഹല്ലേലൂയ. തൊട്ടു പുറകിൽ വരുന്ന ഒരു തിരിച്ചടി. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണമായ ദയ. എന്തുകൊണ്ടാണ് അസാധാരണമായ കാര്യങ്ങൾ വെളിപ്പെടുന്നത്? പൗലോസ് ദൈവത്താൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പൗലോസ് ദൈവത്താൽ നടത്തപ്പെടുന്ന വ്യക്തിയാണ്. പൗലോസ് എന്നൊരു വ്യക്തി ആ കപ്പലിനകത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ തന്നോട് കൂടെ സഹതടവുകാരായിരുന്നവർക്കും കൂടെ അസാധാരണമായ ഒരു ഫേവർ അവിടെ അനുഭവിക്കാൻ കഴിയാണ്. ഓ ജീസസ്, നിങ്ങൾ ദൈവിക അഭിഷേകമുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നവരും കൂടെ ആ ഫേവർ അനുഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അതിങ്ങനെ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കാരണം ദൈവവചനം അതിന് തെളിവ് തരുന്നുണ്ട്. നിങ്ങൾ ദൈവ കൃപയുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തെ ആ അന്തരീക്ഷം മറ്റുള്ളവരെ കൂടെ സ്വാധീനിക്കും. അസാധാരണമായത് അതൊരു വല്ലാത്തൊരു ഒരു ഹെവൻലി പ്രൊവിഷനാണ്. ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പ്രവചിക്കുകയാണ്, ദൈവത്തിന്റെ അസാധാരണമായ പ്രൊവിഷനിൽ നടക്കുന്ന ചില വ്യക്തികൾ ഇതിനകത്തുണ്ട്. ദൈവത്തിന്റെ പ്രൊവിഷനിൽ, ഹെവൻലി പ്രൊവിഷനിൽ നടക്കുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഈശാനമൂലന്റെ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അവന്റെ ജീവിതം ആ ഈശാനമൂലൻ എടുത്തോണ്ട് പോകത്തില്ല. ഈശാനമൂലൻ കാറ്റെടുത്തോണ്ട് പോകത്തില്ല. അവന്റെ ലൈഫിൽ ഒരു ദിക്കിൽ നിന്നല്ലെങ്കിൽ മറ്റൊരു ദിക്കിലൂടെ ഒരു ദൈവപ്രവൃത്തി അസാധാരണമായി വെളിപ്പെട്ടിരിക്കും. മഴയുടെയും ശീതത്തിന്റെയും അനുഭവം കൊണ്ട് ജീവിതം വിറങ്ങലിച്ചു നിൽക്കുന്ന ചില വ്യക്തികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ദൈവത്തിന്റെ പ്രൊവിഷൻ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ഹെവൻലി പ്രൊവിഷൻ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഒരു ഹെവൻലി എൻകൗണ്ടർ നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. എന്നാൽ അവിടെ ഈ ഒരു കൈക്കൊള്ളൽ അനുഭവിച്ച് സന്തോഷത്തോടെ അവർ കത്തിച്ചു കൊടുത്ത തീയിൽ
താൻ തീ കാഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തൊട്ടു പുറകിൽ ഒരു തിരിച്ചടി വരികയാണ്. തൊട്ടു പുറകിൽ ഒരു തിരിച്ചടി. കാര്യം അവിടെ ആ വിറകിനകത്ത് മറഞ്ഞിരുന്ന ഒരു അണലി പൗലോസിന്റെ കൈമേൽ ചുറ്റി. ഹല്ലേലൂയ. ഒരു സന്തോഷം ജീവിതത്തിൽ വരുമ്പോൾ, ഒരു കരുതൽ ജീവിതത്തിൽ അനുഭവിക്കുമ്പോൾ, തൊട്ടുപുറകിൽ ഒരു വേദന വന്ന് ആ അനുഭവിച്ച സന്തോഷത്തെക്കാളും കരുതലിനേക്കാളും അധികമായി നിരാശപ്പെടുകയും കരയുകയും ചെയ്യേണ്ടി വരുന്ന ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഇവിടെ പൗലോസിനെ സംബന്ധിച്ച് 10-16 ദിവസത്തെ ഭയപ്പെടുത്തുന്ന അനുഭവത്തിന്റെയും ശീതത്തിന്റെയും മഴയുടെയും തകർച്ചയുടെയും വിശപ്പിന്റെയും ഒക്കെ അനുഭവത്തിൽ മിലിറ്റയിൽ വന്ന് ഇറങ്ങിയ സ്ഥാനത്ത് പെട്ടെന്ന് അസാധാരണമായി കുറെ വ്യക്തികളെ കാണുന്നു. പെട്ടെന്ന് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു ശുശ്രൂഷയും കരുതലും വെളിപ്പെടുന്നു. അത് തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നു. ആ സന്തോഷത്തിൽ താൻ ആയിരുന്ന സമയം, താൻ ഒരു വിറകെടുത്ത് ആ തീയുടെ ചൂടൊന്ന് കൂട്ടാൻ വേണ്ടി ഇട്ട സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി തന്റെ കയ്യിലേക്ക് കയറിക്കൂടിയ ആ ഒരു വിഷജന്തുവിനെ നമുക്ക് സാത്താൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സാത്താനീയ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, പൗലോസിന്റെ മേൽ കിടക്കുന്ന എക്സോസിയയ്ക്ക് അവിടെ ഒരു പ്രാധാന്യം ഉണ്ടാകുകയാണ്. നിങ്ങൾ ഒരു കരുതൽ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളെ ആരെങ്കിലും സഹായിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, നിങ്ങളെ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായി ചിലത് നിങ്ങളെ ചുറ്റാറുണ്ടോ? ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു ആഘാതം നിങ്ങളുടെ ജീവിതത്തിൽ വരാറുണ്ടോ? അപ്രതീക്ഷിതമായ ഒരു സങ്കടം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറാറുണ്ടോ? നിങ്ങൾ സന്തോഷിക്കുന്നതോ ഒരു കരുതൽ അനുഭവിക്കുന്നതോ ഇഷ്ടമില്ലാത്ത ഒരു ജന്തുവിന്റെ ശക്തി നിങ്ങളുടെ പുറകെ കൂടിയിട്ടുണ്ടോ? ഇന്നത്തെ ഈ മെസ്സേജ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. പൗലോസ് എവിടെയും പോയി വടിയെടുക്കാൻ പോയില്ല. നമ്മൾ മനസ്സിലാക്കണം, പൗലോസ് ഈ പാമ്പിനെ തല്ലിക്കൊല്ലാൻ പോയി വടിയെടുക്കാൻ പോകും. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് തന്നിൽ തന്നെ നിറച്ചിരുന്ന എക്സോസിയായെ കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. തന്നിൽ തന്നെ ഉണ്ടായിരുന്ന അർപ്പിത അധികാരത്തെ കുറിച്ച് ബോധമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ വിഷസർപ്പം തന്റെ കൈമേൽ ചുറ്റിയപ്പോൾ, പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കുലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. നിങ്ങൾ കേൾക്കുക, കരുതിയ വ്യക്തികളുടെ വായ് കൊണ്ട് തന്നെ തള്ളി പറയിച്ചു. സ്നേഹിച്ച വ്യക്തികളുടെ വായ് കൊണ്ട് തന്നെ തള്ളി പറയിച്ചു. അവരെ തീ കാഞ്ഞുകൊള്ളുക എന്ന് പറഞ്ഞ് അവർക്ക് സഹായം ചെയ്ത വ്യക്തികളെ കൊണ്ട് തന്നെ തള്ളി പറയിച്ചു. ഓ ഹല്ലേലൂയ. ഇന്ന് ഈ അനുഭവത്തിൽ കടന്നു പോകുന്ന ആരെങ്കിലും ഒക്കെ എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് ദൈവം ഇങ്ങനത്തെ നിലയിലുള്ള ഒരു മെസ്സേജ് ഇതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെ കൈക്കൊണ്ട വ്യക്തികൾ തന്നെ പൗലോസിനെ തള്ളി പറയിച്ചു. പൗലോസിനെ നീ തീ കാഞ്ഞുകൊള്ളുക, നീ ആശ്വസിച്ചു കൊള്ളുക, നീ ഇവിടെ റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞ വ്യക്തികൾ തന്നെ പൗലോസിനെ ശപിക്കാൻ തുടങ്ങി. പൗലോസ് ചെയ്തിട്ടില്ലാത്ത തെറ്റുകൾ തന്റെ മേൽ ചുമത്താൻ തുടങ്ങി. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കരുതൽ വരുന്ന സമയം, നിങ്ങളൊരു സന്തോഷം അനുഭവിക്കുന്ന സമയം, അപ്രതീക്ഷിതമായ ഈ രീതിയിലുള്ള ആരോപണങ്ങൾ നിങ്ങൾക്ക് നേരെ വന്ന് നിങ്ങളെ മനോവ്യസനപ്പെടുത്താറുണ്ടോ? ശ്രദ്ധിക്കുക. എന്താണ് പൗലോസ് ഇതിനകത്ത് കേൾക്കുന്നത്, ചെയ്തതെന്ന് നോക്കുക. ഒരു അംഗീകരിച്ച വ്യക്തികളുടെ വായു കൊണ്ട് തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ അധികാരം ഉപയോഗിക്കേണ്ട സമയത്തെ തിരിച്ചറിയുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, നമ്മുടെ മേലെ എക്സൂസിയ ഉണ്ട്. അതൊരു അർപ്പിത അധികാരമാണ്, അതൊരു പരമാധികാരമാണ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ്, യേശു നമുക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ്. ഈ അധികാരം നാം ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കേണ്ട സമയം നമ്മൾ അറിഞ്ഞിരിക്കണം. ആ ഉപയോഗിക്കേണ്ട സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം അംഗീകരിച്ച വ്യക്തികൾ തള്ളിപ്പറയുമ്പോൾ, നമ്മെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ നമ്മെ കൈയൊഴിയുമ്പോൾ, നമ്മെ സ്നേഹിച്ച വ്യക്തികൾ നമ്മെ വ്യസനിപ്പിക്കുമ്പോൾ, നിങ്ങളുടെ മേൽ കിടക്കുന്ന എക്സൂസിയ നിങ്ങൾ ഉപയോഗിക്കണം. കാരണം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, അതായത് കണ്ടോ, ഇവൻ കുലപാതകനാകുന്നു, സംശയമില്ല, അവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ പിന്തുടരുന്നു, അവനെ വിടുന്നില്ല, അപ്പൊ ഇവൻ മരിക്കാനുള്ളവൻ തന്നെ, ആരും അവനെ രക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് തികച്ചും പൗലോസിനെ അവിടെ ഒറ്റപ്പെടുത്തുമ്പോൾ, അവിടെ തന്റെ മേൽ ചെയ്യാത്ത തെറ്റ് ആരോപിക്കുമ്പോൾ, വചനം പറയുന്നു, ഉടനെ അവനോ ആ ജന്തുവിനെ, 15-ാമത്തെ വാക്യം, അവൻ ഉടനെ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു.
ഹല്ലേലൂയ. പലരും നിങ്ങൾക്ക് നേരെ പലതും ആരോപിക്കുകയും പലതും നിങ്ങളെ പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട്. അവിടെ വചനം പറയുന്നില്ല ആരും ആ തീ അണച്ചു കളഞ്ഞു എന്ന്. അതിനു മുന്നേ പൗലോസ് ആ തീക്ക് ചൂട് കൂട്ടിയിരുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ആത്മാവിൽ ഒരു കാര്യം നിങ്ങളോട് ഇതിനെ കൈമാറാൻ വല്ലാത്തൊരു നിയോഗ പരിശുദ്ധാത്മാവ് തരുവാണല്ലോ. എപ്പോ നമ്മുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഈ ഒരു ദൂത് നമുക്കുള്ളതാണ്. എപ്പോ നമ്മുടെ ലൈഫിൽ ഒരു സ്ട്രഗിൾ ചെയ്യേണ്ട ഘട്ടം വന്നാലും അതിന് തൊട്ടു മുന്നേ ദൈവം നമ്മളെ കൊണ്ട് തീയുടെ ചൂട് കൂട്ടിപ്പിച്ചിരിക്കും. ശരിയല്ലേ? നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ച് തീ കത്തിയിരിക്കുന്ന സമയത്തല്ലേ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നത്? നമ്മൾ നന്നായിട്ടൊന്ന് ഉപവസിച്ച് ആത്മബലം വർദ്ധിച്ച് നിൽക്കുന്ന സമയത്തല്ലേ പ്രശ്നം വർദ്ധിക്കുന്നത്? എന്തിനാ ദൈവം നമ്മളെ കൊണ്ട് ആദ്യം പ്രാർത്ഥിപ്പിച്ച് തീ വർദ്ധിപ്പിച്ചേ? എന്തിനാ ദൈവം ആദ്യം നമ്മളെ കൊണ്ട് ഉപവസിച്ച് ആത്മശക്തി വർദ്ധിപ്പിച്ചേ? എന്തിനാ ദൈവം നമ്മളെ കൊണ്ട് ദൈവത്തോടു കൂടെ ചേർത്തിരുത്തി പുതുബലം പ്രാപിപ്പിച്ചത്? നീ ഇതുപോലെ ചിലത് അനുഭവിക്കേണ്ടി വരുമെന്നും ആ തീ നിന്റെ വിടുതലിനുള്ളതാണെന്നും തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. അവിടെ പൗലോസ് അതിന് തൊട്ടു മുന്നേ വിറക് പെറുക്കി തീയിലിട്ട് തീയുടെ ചൂട് കൂട്ടിയെന്ന് ഞാൻ പറയുന്നു. ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾക്ക് വേണ്ടി ദൈവം കത്തിച്ച ഒരു തീയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട്. നിങ്ങൾക്ക് എന്തും നിങ്ങളെ ചുറ്റുന്ന എന്തും കുടഞ്ഞെറിഞ്ഞു കളഞ്ഞാൽ കത്തിച്ചു കളയുന്നൊരു തീ കത്തി നിൽപ്പുണ്ട്. ഹല്ലേലൂയ. അവിടെ ഒരു കൂട്ടം ഒരുമിച്ച് നിന്ന് പൗലോസിന് നേരെ സംസാരിച്ചപ്പോൾ, പൗലോസ് ചെയ്യാത്ത തെറ്റിനെ ചെയ്തു എന്ന് ആരോപിച്ചപ്പോൾ, അവരുടെ ബർബരന്മാർ അവരുടെ നീതി ദേവിയെ ഉയർത്തി അവിടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് കേൾക്കുകയും വ്യസനിക്കുകയും ആത്മീയ ജീവിതം നശിച്ചതാന്ന് പറയുകയും സ്വന്തം ജീവിതം ശപിക്കുകയും ദൈവത്തെ പഴിക്കുകയും പെറുപെറുക്കുകയും ഒന്നും ചെയ്തില്ല. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ അതിന്റെ കാരണക്കാരനെ കുടഞ്ഞു. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ അതിന്റെ കാരണക്കാരനെ കുടഞ്ഞു. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ കാരണക്കാരനെ കുടഞ്ഞു. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ തന്നെ കാരണക്കാരനെ കുടഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവാത്മാവ് ആരോടൊക്കെയോ പറയുകയാണ്, നിനക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട്. തിരിച്ചറിയുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട്. നിങ്ങളുടെ മേൽ കത്തി നിൽക്കുന്ന ഒരു തീയുണ്ട്. ആ തീയിന്മേലാണ് ചിലത് വന്ന് ചുറ്റിയിരിക്കുന്നതെങ്കിൽ ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം. നിങ്ങളുടെ മേൽ ദൈവം ഒരു തീ പകർന്നിട്ടുണ്ട്. ആ തീയുടെ മേലാണ് ചിലത് വന്ന് ചുറ്റിയിരിക്കുന്നതെങ്കിൽ ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം. ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം. ആ തീയുടെ ചൂട് അറിയിച്ചു കൊടുക്കണം. കുടഞ്ഞറിയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. കുടഞ്ഞറിയാൻ ദൈവാത്മാവ് പറയുന്നു. കുടഞ്ഞറിയാൻ ദൈവാത്മാവ് പറയുന്നു. യേശുവിന്റെ നാമത്തിൽ നിന്റെ കൈമേൽ തൂങ്ങിയത്, നിന്റെ ആത്മീയ ജീവിതത്തിന്മേൽ തൂങ്ങിയത്, നിന്റെ കുടുംബ ജീവിതത്തിന്മേൽ തൂങ്ങിയത്, അത് വെച്ചോണ്ടിരിക്കാനുള്ളതല്ല, അത് കുടഞ്ഞറിയാനുള്ളതാ. പലരും സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് അപവാദം പറയുന്നു, നിങ്ങളെക്കുറിച്ച് ദുഷ്പ്രചരണങ്ങൾ പ്രചരിപ്പിക്കുന്നു. അത് കേട്ടോണ്ടിരിക്കാൻ ുള്ളതല്ല, അതിനെ കുടഞ്ഞറിയാനുള്ളതാണ്. അവരെ കൊണ്ട് സംസാരിപ്പിക്കുന്ന, അവരുടെ മുമ്പിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് വരുത്തി തീർക്കുന്ന അണലി സമാനമായി ഇതിനെ കുടഞ്ഞറിയുക. ലൂക്കോസ് 10:19 ഉപയോഗിക്കുക. ദൈവം ലൂക്കോസ് 10:19 പറഞ്ഞിരിക്കുന്ന എക്സൂസിയ യൂസ് ചെയ്യുക. സമയം അവർ സംസാരിച്ച് തീർന്നിട്ടല്ല, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ, ദാറ്റ് ഈസ് ദ ടൈം. അവർ സംസാരിച്ചവർ വീട്ടിൽ പോയതിനു ശേഷമല്ല, അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ നിന്നെ നോക്കി ദോഷം സംസാരിപ്പിക്കുന്ന, നിങ്ങളെ നോക്കി ദോഷം സംസാരിപ്പിക്കുന്ന വ്യക്തികൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിലെ സ്പിരിറ്റിനെ ശാസിക്കുക. നിങ്ങളെ കുറിച്ച് വേണ്ടാത്ത കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരിൽ വ്യാപരിക്കുന്ന, അവരെ കൂടെ അങ്ങനെ സംസാരിപ്പിക്കുന്ന ആ ദുരാത്മാവിനെ നിങ്ങൾ ശാസിക്കുക. അവർ കേൾക്കുകയല്ല, കേൾക്കാതെ സ്പിരിറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറ്റപ്പെടുത്തലിന്റെ ആത്മാവിനെ ശാസിക്കുക. പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അധികാരം തന്ന കർത്താവിന്റെ അധികാരം മനസ്സിലാക്കുന്നത് പോലെ അധികാരം ഉപയോഗിക്കേണ്ട സമയത്തെയും മനസ്സിലാക്കുക. അധികാരം തന്നിരിക്കുന്ന കർത്താവിന്റെ അധികാരം മനസ്സിലാക്കുന്ന പോലെ അധികാരം ഉപയോഗിക്കേണ്ട സമയവും മനസ്സിലാക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവം നിങ്ങളെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ആ എക്സൂസിയെ യൂസ് ചെയ്യുക. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ, ബർബരന്മാർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ പൗലോസ് ശ്ലീഹ അണലിയെ തീയിൽ കുടഞ്ഞെറിഞ്ഞു കളഞ്ഞു. നിനക്ക് വേണ്ടി കത്തുന്ന പലരുടെ സ്നേഹം അണഞ്ഞു പോയി കാണും, പക്ഷേ നിനക്ക് വേണ്ടി കത്തുന്ന തീ അണഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി കത്തുന്ന തീ അണഞ്ഞിട്ടില്ല. നിന്റെ മേൽ കത്തിക്കൊണ്ടിരിക്കുന്ന അധികാരം അണഞ്ഞിട്ടില്ല. Use your authority. I bless you in Jesus' name. Amen.